സംസ്ഥാന ചരിത്രത്തിലെ അത്യപൂർവ്വ സത്യപ്രതിജ്ഞ ഇന്ന് വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കുകയാണ്. കാപ്പ കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലറുമായ R. സുഗതൻ ഇന്ന് വിയൂർ സെൻട്രൽ ജയിലിൽ പുനഃപ്രതിജ്ഞ ചെയ്യും. അങ്ങനെയൊക്കെ പറ്റുമോ? സുഗതന എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വാസതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരൻ. വോട്ട് കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്റെ പൊന്നു ദൈവമേ, ഇവർക്കൊക്കെ സീറ്റ് കൊടുത്താൽ ഏത് ക്രിമിനൽസിനെയും പിടിച്ച് നാട് ഭരിക്കാൻ ഏൽപ്പിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതെന്നാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു ജയിലിനകത്തുള്ള സത്യപ്രതിജ്ഞ. ജനാധിപത്യം സംരക്ഷിക്കാനാണ്. അതെങ്ങനെ? അത് സുഗതന് വോട്ട് ചെയ്ത് ജനങ്ങളെ ശിക്ഷിക്കലാവരുത് എന്നൊരു നിലപാടാണ്. സ്വാഭാവികം. ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്തുക കഷ്ടമുണ്ട്. എന്താണെങ്കിലും ഇവരുടെ സ്വഭാവം എന്താണെന്നും ഇവരുടെ ഭരണത്തിനു വേണ്ടി ഇവർ ഏത് കളി കളിക്കുമെന്നും നമുക്കെല്ലാം മനസ്സിലായി. 6 വധശ്രമ കേസുകൾ, ഭീഷണിപ്പെടുത്തൽ, വഴിതടയൽ, പോലീസിനെതിരെ കയ്യേറ്റം, വീട് കയറി വാഹനമടിച്ചു തകർക്കൽ, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന, ആയുധം കൊണ്ട് മാരകമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങി വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ 11 കേസുണ്ട്. നെടുമങ്ങാട് സ്റ്റേഷനിൽ 1 കേസുമാണ് സുഗതനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2005 കാപ്പ കേസിൽ പ്രതിയായിരുന്ന സുഗതന് കർശന ഉപാധികളോട് അന്ന് ജാമ്യം കിട്ടിയതാണ്. പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരം ജയിച്ചു. പിന്നെ കഴിഞ്ഞ മാർച്ചിലാണ് ക്ഷേത്രോത്സവത്തിലെ ഗാനമേളോടനുബന്ധിച്ച് വീണ്ടും പ്രശ്നമുണ്ടാവുകയും പിടികൂടാൻ പോവുകയും ആകാശത്തേക്ക് വെടിവെക്കൽ അടക്കമുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതുമാണ്. ഒരു ഭരണം നിലനിർത്താൻ എന്തൊക്കെ കളി കളിക്കണം അല്ലേ? എന്താണെങ്കിൽ ഈ മൊത്തം സീൻ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഈ സീനാ. ജയിൽ അദ്ദേഹത്തിന് അന്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇവിടെ വരേണ്ട ആളാണ്. ജയിലിന്റെ വികസനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാനും കുറ്റവാളികളുമായി ഒരു തത്സമയ സംപ്രേഷണം നടത്തുവാൻ സ്വന്തം അസുഖത്തെപ്പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഇന്നീ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് യശശരീരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുറത്തിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേരുകൂടെ ഉൾപ്പെടുത്തിയ നമ്മുടെ പിതാമഹനായ സൂപ്രണ്ട് സാറിനും എന്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി.